പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട് വലിയൊരു കഥയാണ് നടന്ന സംഭവം. പക്ഷെ അത് മുഴുവനായിട്ട് പറയാൻ എനിക്ക് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ വേണ്ടി വരും. അതെങ്ങനെ ഞാനൊരു 15 മിനിറ്റിൽ പറയും. ഓക്കെ, ഞാൻ ശ്രമിക്കാം. ഞാൻ യാത്രക്കാരനാണല്ലോ. അങ്ങനെ 2015 ആണ് എന്ന എൻ്റെ ഓർമ്മ. 15-16 മേ ബി 15 അല്ലെങ്കിൽ ഒരു 18, യെസ് 15-16. അതെ, ഞാൻ ആനക്കട്ടിയിലെ സ്റ്റെർലിംഗ് റിസോർട്ടിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് താമസിച്ചു 2 ദിവസം. അങ്ങനെ ആ റിസോർട്ടിൽ വെച്ചിട്ടൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഞങ്ങൾ റിസോർട്ടിലെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെയാണ് അവിടെ, അവൾക്കായിരുന്നു ചാർജ്. കാഴ്ചയിൽ ഒരു വളരെ ദരിദ്ര കുടുംബത്തിലേതെന്ന് തോന്നിക്കുന്ന അവളുടെ മാനറസും ഹാവഭാവങ്ങളും വസ്ത്രധാരണമൊക്കെ, പാൻറ്റും കോട്ടും പാൻറ്റുമാണ്, കാരണം റിസോർട്ടാണല്ലോ. അവളവിടെ എന്തോ ഒരു ട്രാവൽ ഏജൻസി കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു അപ്രൻറ്റീസായിട്ട് വന്നതാണ്, അപ്രൻറ്റീസ്ഷിപ്പ്. യെസ്, അങ്ങനെ പരിചയപ്പെട്ടു. കുട്ടി പേര് തൽക്കാലം ഞാൻ മാറ്റി പറയുകയാണ്, താമര. ഏതായാലും അതിനോട് സമാനമായ മറ്റൊരു പേര് തന്നെയാണ്. നമുക്കവളെ താമര എന്നിപ്പോൾ വിളിക്കാം. അങ്ങനെ അപ്പോൾ തമിഴിൽ ഈ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുമ്പോൾ അമ്മ, എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എത്ര പ്രായമുള്ളവരെയാണെങ്കിലും അമ്മ എന്ന് വിളിക്കുന്നത് അത് ആ സ്ത്രീത്വത്തെ നമ്മൾ ആദരിക്കുന്ന ഒരു രീതിയാണ്. അത് തമിഴരുടെ ദ്രാവിഡ സംസ്കാരത്തിലെ മഹത്തായ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണത്. അപ്പോൾ ഞാനിങ്ങനെ അമ്മ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളോട് സംസാരിക്കുന്നത്. അവൾ ചെറുപ്പക്കാരിയാണ്, ഒരു 18-19 വയസ്സൊക്കെ ആവുള്ളൂ. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ റിസോർട്ടിൽ വന്നിട്ട് ഒരു വർഷമായി, ഇന്ന് വരെ ആരും ഇങ്ങനെ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തിട്ടില്ല. ആദ്യം എന്നെ സാറേ സാറേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എനിക്ക് ഉങ്ങളെ ரொம்ப പിടിച്ചിരിക്ക്, ഞാൻ അണ്ണാന്ന് കൂപ്പിട്ടിട്ടുമാന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, മോളെ വിളിക്കുന്നീ, യു കോൾ മീ അണ്ണാ, ഐ എം യുവർ ബ്രദർ. അത് എന്താണെന്നറിയില്ല കേട്ടോ, അത് പറഞ്ഞത് അവളുടെ കണ്ണിങ്ങനെ നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ തലയിലിങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, അഴുകാതെ ഉനക്ക് അണ്ണനില്ലയാന്ന് കേട്ട്. ഇല്ലണ്ണ, എനിക്കൊരു അണ്ണനില്ലണ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ആ കണ്ണീരും ആ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. ഏതായാലും 2 ദിവസം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നിനക്കൊരു പെങ്ങളും കൂടി ആയില്ലേ എന്ന്. എനിക്ക് ധാരാളം പെങ്ങന്മാരുണ്ട് കേട്ടോ, കൂടെ പിറന്നത് ഒരു പെങ്ങളാണെങ്കിലും. അങ്ങനെ ഞാൻ 2 ദിവസം എൻ്റെ അവിടുത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ അതെല്ലാം അട്ടപ്പാടിയൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരുമ്പോൾ അവൾ പറഞ്ഞു, അണ്ണാ ഉങ്ക നമ്പർ തരുമോയെന്ന് കേട്ട്. ഞാൻ നമ്പർ കൊടുത്തു. അപ്പോൾ താമര ഉന്നോടെ നമ്പറും കൂടി പറഞ്ഞു. താമര അവളുടെ നമ്പറും എനിക്ക് തന്നു. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയിൽ വെളുത്ത നിറമാണ്, മുടിയെല്ലാം ഇങ്ങനെ ചെമ്പിച്ച മുടിയാണ്. കാരണം അവൾക്ക് ആവശ്യത്തിന് എണ്ണ തേച്ച മുടി സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കയ്യിലൊരു കറുത്ത ചരട്, ആഭരണമൊന്നുമില്ല കഴുത്തിൽ, കാതിൽ ഒരു നിറം മങ്ങിയ ഒരു കമ്മലാണ്, റോൾഡ് ഗോൾഡാണ്. പക്ഷേ 24 ക്യാരറ്റ് തങ്കമാണ് അവളുടെ സ്വഭാവം. ഏതായാലും എനിക്കും വളരെ സന്തോഷം. എനിക്കൊരു പെങ്ങൾ, അവൾ രാമേശ്വരത്തെയാണ്. രാമേശ്വരത്തിലെ തോപ്പ് വളസ് എന്ന് പറയുന്നൊരു കടലോര ഗ്രാമത്തിലെ മുക്കുവത്തിയാണ് ആ കുട്ടി. ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അവൾ എന്നോട് ചോദിച്ചു, അണ്ണിയോടെ കഞ്ച് വീഡിയോ കോൾ പണ്ണുങ്ങണ്ണ, എനിക്ക് അണ്ണിയെ പാക്കണം എന്ന് പറഞ്ഞു. കാരണം 2 ദിവസം കൊണ്ട് അവൾ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി, ഞാൻ അവളുടെ ഹൃദയത്തിലേക്ക്. അങ്ങനെ ഞാൻ ഷക്കിയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, അണ്ണാ ரொம்ப நீங்கள் കൊടുത്തു വെച്ചിக்கிறீங்க, എന്നാ അഴക് അണ്ണി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷക്കി ഇതാട്ടാ, എനിക്കൊരു പുതിയ സിസ്റ്ററും കൂടെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഷക്കി പറഞ്ഞു, നിങ്ങളുടെ പെങ്ങന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു, തമാശയിലൂടെ. അത് കഴിഞ്ഞ് ഞാൻ വന്നു. എല്ലാ ആഴ്ചയും അവൾ എന്നെ വിളിക്കും. വിളിച്ചിട്ട് അവൾ ചോദിക്കുന്നത്, അണ്ണാ நல்லா இருக்கீங்களா, சாப்பிட்டீங்களா, அண்ணி நல்லா இருக்காங்களா, நான் கேட்டதாக சொல்லுங்கள், பசங்கள்லாம் நல்லா இருக்காங்களா. ഇത് അവളുടെ സ്ഥിരം ചോദ്യമാണ്. അങ്ങനെ
വർഷങ്ങളിങ്ങനെ കടന്നു പോവാണ്. ഒരു വർഷം കഴിഞ്ഞു. ആഴ്ചയ്ക്കൊരിക്കൽ താമര എന്നെ വിളിക്കും. അഥവാ താമരയുടെ വിളി കണ്ടില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ താമരയെ വിളിക്കും. അപ്പോൾ ഏതായാലും ഇതിനിടയ്ക്ക് അവളുടെ അമ്മ, അച്ഛൻ, ഫാമിലി മുഴുവൻ എന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞു. അവൾ എന്നെക്കുറിച്ച് എന്തെല്ലാമോ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്. കേരളാവിൽ ഒരു അണ്ണൻ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവളിങ്ങനെ പറയുന്നത് നിങ്ങളെക്കുറിച്ച്. നിങ്ങളൊക്കെ ഒരു ദിവസം വന്നുകൂടെ, ഞങ്ങൾക്കൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് കാണാൻ തോന്നുന്നു, കൊതിയാവുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, നീ ജോലി ഇത് അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ് അവൾ പോയി. അപ്പോൾ അവളുടെ ആഗ്രഹമാണ്, അവൾക്കൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം, അധ്വാനിച്ച് ജീവിക്കണം, മാന്യമായൊരു തൊഴിൽ വേണം. അപ്പോൾ ഒരു ദിവസം അവൾ പറഞ്ഞു, അണ്ണാ ഒരു മുക്കുവനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ശക്തമായ ശ്രമം നടക്കണം, എൻ്റെ ഫാമിലിയിലുള്ള ആൾ തന്നെയാണ്. എനിക്ക് ഒരു വേല, അവൾക്കൊരു ജോലി കിട്ടിയിട്ടില്ല, മറ്റേത് അപ്രന്റീസ്ഷിപ്പായിരുന്നു. അതുകൊണ്ട് கொஞ்சம் அண்ணா எங்கள் அப்பா அம்மா கிட்ட கொஞ்சம் பேசுவீங்களா அண்ணா, எனக்கு வேறு யாரும் இல்லைண்ணா, எனக்காக பேசுகிறதுக்கு யாரும் இல்லைண்ணா, സ്വന്തക്കാരങ്ക എല്ലാം சொல்கிறாங்க നീ കല്യാണം പെണ്ണ്. കാരണം മുക്കുവന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 16-17 വയസ്സാകുമ്പോഴത്തേക്കും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ഈ കുട്ടി എങ്ങനെയോ 10ാം ക്ലാസ് പാസ്സായതാണ്. അവൾക്ക് തുടർന്ന് പഠിക്കാനൊന്നും, അവളുടെ വാശിയിലാണ് ഈ ട്രാവൽ ഏജൻസി കോഴ്സ്, ഒരു ഡിപ്ലോമ കോഴ്സാണെന്നാണ് തോന്നുന്നത്, രാമേശ്വരത്ത് പഠിച്ചത്. അങ്ങനെ ഞാൻ ഇവരുടെ അച്ഛനും അമ്മയോടൊക്കെ പറഞ്ഞു, അവളെപ്പോൾ തന്നെ കല്യാണം കഴിപ്പിക്കരുത്, അവൾ നല്ല കുട്ടിയാണ്, അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് പഠിക്കാനാണ്, അവളെ ഒരു ജോലിയാണ്, தாமரையை அவளை நீங்கள் ஒரு வேலைக்கு அனுப்புங்க, அப்புறம் நீங்கள் அவளுக்கு பிடிச்ச ஒரு കല്യാണത്തെ பாருங்கள் എന്നൊക്കെ ഞാൻ അവർ ഉപദേശിച്ചു. ഏതായാലും നിർഭാഗ്യവശാൽ അവളുടെ പെങ്ങളുടെ മോൻ, അച്ഛൻ്റെ പെങ്ങളും ഇവളെ കല്യാണം കഴിക്കാതെ അടങ്ങില്ല എന്ന വാശിയോടുകൂടി ഇവരെ നിരന്തരം സമീപിക്കുകയും ഒരിക്കൽ അവൾ എന്നെ വിളിച്ചിട്ട് പൊട്ടിക്കരയാണ്. അണ്ണാ ഇവங்க കല്യാണം ഫിക്സ് பண்ணிட்டாங்க അണ്ണാ, ഞാൻ തർക്കൊല பண்ணுவேன் അണ്ണാ എന്ന് പറഞ്ഞു. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് കുട്ടി എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷനായി. ഞാൻ ഷക്കിയുണ്ട്, എൻ്റെ ഷക്കിയും കൂടെ ഉണ്ട്, അവൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഷക്കിയും പറയുന്നുണ്ട് അവളോട്, മകളെ അങ്ങനെയൊന്നും ചെയ്യരുത്, വീട്ടുകാരുടെ നിർബന്ധമല്ലേ, നീ ഇപ്പം എന്താ ചെയ്യുക മകളെ, അവരെ പിണക്കിയിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ, നീ കല്യാണം കഴിക്കുക, അല്ലാതെ ഇപ്പം എന്താ മാർഗം, വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അവൾ എന്നോട് ചോദിക്കണം, അണ്ണാ എന്നണ്ണാ ഞാൻ പണ്ടത്, നിങ്ങൾ ഇന്നൊരു വാട്ടി പേശി പാരുങ്ങണ്ണ. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാർ നിങ്ങൾ നനയ്ക്കിற മാലിയിലെ ഇവിടെ ഞങ്ങളുടെ ഒരു സംസ്കാരം കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ അവരെൻ്റെ പുറകിൽ നടക്കണം, എൻ്റെ പെങ്ങളാണ്, ഒരു മകനേ ഉള്ളൂ, കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുടുംബ ബന്ധമൊക്കെ തകരും. അവസാനം ഞാൻ പറഞ്ഞു, കമലി ഓക്കെ ഉന്നോட ഫെയ്റ്റ് കമലി, അത് ഉന്നോட വിധി, എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇവിടെ പാലക്കാട് കഞ്ചിക്കോട്, ആ കുട്ടി രാമേശ്വരത്തെ ഒരു കടലോര ഗ്രാമത്തിൽ. ഏതായാലും കല്യാണം ഉറപ്പിച്ചു. അവളുടെ ആഗ്രഹം, ഇനി അടുത്ത അവളുടെ ആഗ്രഹം, അവൾ എന്നെ വിളിച്ചു, அண்ணா கல்யாணத்துக்கு நான் இங்கே எல்லாம் சொல்லியிருக்கேன், எனக்கு ஒரு அண்ணன் இருக்குன்னு சொல்லியிருக்கேன், நீங்கள் என் கல்யாணத்துக்கு வரணும் அண்ணா, நீங்கள் வருவீங்களா, அப்போ தான் இந்த കല്യാണം ഞാൻ എഗ്രി பண்ணுவேന്നായി. കല്യാണത്തിന് അവൾ സമ്മതിച്ചത്. ഞാൻ കല്യാണത്തിന് പോകും, ഫാമിലിയോടെ പോകും എന്ന് പറഞ്ഞ് ഞാൻ കല്യാണം അംഗീകരിക്കില്ല, കല്യാണം അക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോവും അല്ലെങ്കിൽ തർക്കൊല ചെയ്യുന്നൊക്കെയാണ് ഭീഷണി. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണ കണ്ടിപ്പാக வருவேன் അമ്മ, ഞാൻ കല്യാണத்துக்கு വരുവേൻ. അങ്ങനെ ആ ദിവസം വന്നെത്തി. അപ്പോൾ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ആ ദിവസം എൻ്റെ ഫാമിലിയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വിവാഹമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും പറ്റില്ല എനിക്ക്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു നമുക്ക് തലേ ദിവസം തന്നെ പോവാം. അങ്ങനെ ഞാൻ, ഷക്കീല, എൻ്റെ ഒരു കസിൻ പിന്നെ എൻ്റെ ഒരു വൈഫിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകൻ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബൈ റോഡ് എൻ്റെ കാറിൽ ഞങ്ങൾ പോവാണ്. ഇവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ അവൾക്ക് വാങ്ങിച്ചു ഞങ്ങൾ. പിന്നെ വീട്ടിലേക്ക്, പിന്നെ എന്താ പറയുക, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്തൊരു പെൺകുട്ടിക്ക് വിവാഹം ഉണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, അതെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട് അവൾക്ക്. അതൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല, അവൾ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം എത്തി. ഞങ്ങൾ 2 ദിവസം മുമ്പ് തന്നെ രാമേശ്വരം എത്തി. ഞങ്ങളൊരു ഹോട്ടലൊക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷായിട്ട്, കാരണം അറിയാലോ നിങ്ങൾക്ക് രാമേശ്വരം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 600 കിലോമീറ്റേഴ്സ് ഐ തിങ്ക്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ താമരയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ യാത്ര ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിയ ഉടനെ താമരയോട് പറയുന്നുണ്ട്, ഓരോ മണിക്കൂറിൽ അവൾ എന്നെ വിളിക്കും, അണ്ണാ കറക്റ്റാக பார்த்து வாங்க, மெதுவாக வாங்க,
ഇടയിലെ വണ്ടി നിർത്തി സാപ്പിടുങ്ക എന്ന് വെച്ചാൽ ഒരു കൂടെ പിറന്ന എൻ്റെ പെങ്ങൾ, എൻ്റെ മോളി, എൻ്റെ കൂടെ പിറന്ന പെങ്ങളാണ്. അവൾ എങ്ങനെ എന്നോട് കാണിക്കുന്ന കെയർ ഉണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ എനിക്കൊക്കെ തോന്നി ഈ പൂർവ്വജന്മം എന്നൊക്കെ പറയുന്നുണ്ടോ, അവൾ എൻ്റെ ഒരു പെങ്ങളായിരിക്കുമോ. ഏതായാലും ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതും വീണ്ടും പറഞ്ഞു, ഞാനിതാ വരികയാണ് കേട്ടോ നിൻ്റെ വീട്ടിലേക്ക്. അവളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവൾ ആ ഗ്രാമം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു അണ്ണൻ കേരളത്തിൽ നിന്ന് വരുന്നുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസം വരില്ല. ഞങ്ങൾ ആ തോപ്പ് വളസ് എന്ന് പറയുന്ന കടലോര ഗ്രാമത്തിലേക്ക്, കടലോരമാണ് ശരിക്കും, സീഷോറാണ്, ആ ഗ്രാമത്തിലേക്ക് എൻ്റെ വണ്ടി പോകുമ്പോൾ തന്നെ പല വീടുകളിൽ നിന്നും അമ്മമാരും കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി റോട്ടിൽ നിൽക്കുകയാണ്. ആ ഗ്രാമം മൊത്തം അറിഞ്ഞിരിക്കുകയാണ്, അയൽ ഗ്രാമം പോലും അറിഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ റെഡ് ഡസ്റ്റർ പുതിയ വണ്ടി എടുത്ത ടൈമാണ് അത്. അങ്ങനെ ഞങ്ങളവിടെ എത്തുന്നു. ആ ഗ്രാമത്തിൽ അവളുടെ വീട്ടിൻ്റെ അടുത്ത് കടൽ ഇരമ്പുന്ന ശബ്ദം, ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ ആർത്തട്ടിക്കുന്ന ശബ്ദമുണ്ട്. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 150 മനുഷ്യർ, അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ, ആളുകൾ, വലിയ ആളുകൾ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓടി വരികയാണ് അവൾ. ഈ കാർ ഇങ്ങോട്ട് കണ്ട ഓടി വന്നിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ തലയിൽ ഞാൻ തലോടി. കണ്ണ് നിറഞ്ഞു. അവൾ കരഞ്ഞു. എൻ്റെ ഷക്കീല കരഞ്ഞു. ആ കൂടി നിൽക്കുന്നവരെല്ലാം അങ്ങനെ അന്തം വിട്ടിട്ട് നിൽക്കുകയാണ്. അവരെല്ലോടും പാരുങ്ക നിങ്ങൾ എല്ലാം എന്നെ കിണ്ടൽ പണിங்க. ഇവരെല്ലാം ഇവളെ പരിഹസിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ കളിയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ അണ്ണനൊക്കെ വരുമോ, കേരളത്തിൽ നീയുടെ പരിചയപ്പെട്ട ഒരാൾ നിൻ്റെ കല്യാണത്തിന് വരുമോ, പോടി പൊട്ടത്തി എന്നൊക്കെ ഇവളെ പറഞ്ഞിട്ടുണ്ട് പലരും. നീങ്ങളെ കിണ്ടൽ പണിയെങ്കിൽ അണ്ണൻ വന്നാച്ചില്ലയാ, ഇതാ അണ്ണൻ, പാരുങ്ക എവളെ അഴകാർക്കേ അണ്ണൻ, പാരുങ്ക. ഇത്ര എൻ്റെ അണ്ണനെ കാണാൻ എന്ത് ഭംഗിയാണ് കണ്ടില്ലേ, എൻ്റെ അണ്ണനാണ്. അഭിമാനത്തോടു കൂടി, ആത്മഹർഷത്തോടു കൂടി അവളിങ്ങനെ പറയുകയാണ് എൻ്റെ അണ്ണൻ. ഏതായാലും ഞങ്ങൾ അവൾക്ക് സ്നേഹത്തോടു കൂടി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത്, അവൾ ചോദിച്ചു ഇതൊക്കെ എന്തിനാണ് അണ്ണ എനിക്ക് തരുന്നതെന്ന് ചോദിച്ചു. നീ എൻ്റെ സഹോദരിയാണ്, അനുജത്തിയാണ്, കുഞ്ഞനുജത്തിയാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി തിരിച്ചു വന്നു. അവൾക്ക് ഇഷ്ടമില്ല ഞങ്ങൾ വരുന്നതിൽ, പക്ഷെ നിവൃത്തിയില്ല. ഞാൻ അവളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ നിർഭാഗ്യവശാൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണത്. ആ വിവാഹ ജീവിതം നല്ല നിലയ്ക്കൊന്നും ആയില്ല. നിരന്തര പക്ഷെ ഒരു കുഞ്ഞായ ഉടനെ അവൾ സൈക്കിക്കായി. കുഞ്ഞിനെ പ്രസവിച്ച് അവളെ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അവളുടെ അച്ഛൻ എന്നെ വിളിച്ചു. നിങ്ങളെ കാണണമെന്നാണ് പറയണമെന്ന് പറഞ്ഞു. നിങ്ങളെ കാണണം, അവൾക്ക് അണ്ണനെ കാണണമെന്നാണ് പറയണത്. അണ്ണൻ എന്ന് മാത്രം മരുന്ന് കഴിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും രാമേശ്വരത്തേക്ക് പോയി. സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ നേരെ പോയി. ഞാൻ അവളെ കണ്ടു. എന്നെ കണ്ട ഉടനെ അവളുടെ രോഗം മാറി. അവൾ പറഞ്ഞു ഞാൻ മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അവൾക്ക് രോഗമുണ്ട്, മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ എന്നെ പരിചയപ്പെട്ടു. ഇതെന്താണ് ഇങ്ങനൊരു ബന്ധമെന്ന് ചോദിച്ചു. അത് എൻ്റെ അനുജത്തിയാണ് അവളെന്ന് പറഞ്ഞു. കൂടുതൽ ഞാൻ ഇനിയിപ്പോൾ എന്താ പറയുക. ഇന്നും കമലിയുടെ മെസ്സേജ് വരും. പക്ഷേ അവരുടെ വിവാഹബന്ധം അത് ഡിവോഴ്സിൻ്റെ ലെവലിലേക്ക് എത്തി. പക്ഷേ ഞാൻ നിരന്തരം അവളെ ഉപദേശിച്ച് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവളുടെ ഹസ്ബൻഡ് ഏതോ ഒരു അറബി രാജ്യത്ത് മുക്കുവന്മാരെ കൊണ്ടുപോകുമല്ലോ, ആ വർക്കിന് അയാളിടയ്ക്ക് പോയിട്ട് വരും. ഒരു ദാരിദ്ര്യം ഉള്ള ഒരു കുടുംബം തന്നെയാണ്. അവർ അധ്വാനിച്ച് ജീവിക്കുന്നു. അവൾക്ക് ജോലിയൊന്നുമില്ല. ഇപ്പോൾ 2 മക്കളായി. പക്ഷേ ആ മെസ്സേജ് ഇങ്ങനെ വരും, അണ്ണാ நல்லா இருக்கீங்களா, சாப்பிட்டீங்களா, உடம்பு நல்லா பாருங்க, அண்ணி நல்லா இருக்காங்களா, நான் കേട്ടதாக சொல்லுங்க. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് താമരമാർ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. അനുജത്തിമാരായിട്ട്, ജ്യേഷ്ഠത്തിമാരായിട്ട്. ഞാനതിൽ വളരെയേറെ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ്. എനിക്ക് ധാരാളം ജ്യേഷ്ഠന്മാരുണ്ട്. എനിക്കൊരു മണിയേട്ടനുണ്ട് എൻ്റെ തൊട്ടടുത്ത്. മണിയേട്ടേ എന്ന് പറഞ്ഞാൽ 100 അനുജന്മാർ വിളിക്കുന്നത് പോലെയാണ് മണിയേട്ടൻ എൻ്റെ ആ വിളി. അങ്ങനെ എനിക്കൊരുപാട് ചേച്ചിമാരുണ്ട്, അനുജത്തിമാരുണ്ട്. അതിലൊരാളാണ് എൻ്റെ ഹൃദയത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന എൻ്റെ താമര. താങ്ക് യു വെരി മച്ച്. അക്ബർ സ്നേഹത്തോടെ.